സുപ്രീം കോടതി നിയോഗിച്ച മേൽനോട്ട സമിതി ഇന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന നടത്തും. ജലനിരപ്പ് 142 അടിയായതിനു ശേഷം ആദ്യമായാണ് സമിതി അണക്കെട്ടിൽ പരിശോധന നടത്തുന്നത്. ഇതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 141 അടിയായി കുറഞ്ഞു. ഡോക്ടർ എൽ.എ.വി. നാഥൻ അധ്യക്ഷനായ മേൽനോട്ട സമിതി ഇന്ന് 11:30 അണക്കെട്ടിൽ പരിശോധന നടത്തും. 3 അംഗ സമിതിയിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഓരോ അംഗങ്ങൾ വീതമാണുള്ളത്. സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജലനിരപ്പ് 142 അടിയാക്കിയതിനു ശേഷം ആദ്യമായാണ് മേൽനോട്ട സമിതി അണക്കെട്ടിൽ പരിശോധന നടത്തുന്നത്. ജലനിരപ്പ് 142 അടിയാക്കി ഉയർത്താൻ തമിഴ്നാട് നടത്തിയ നീക്കങ്ങൾ കേരളം മേൽനോട്ട സമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അണക്കെട്ടിലെ ഷട്ടറുകൾ ബലപ്പെടുത്താതെ ജലനിരപ്പ് 142 അടിയാക്കിയത് സുപ്രീം കോടതി ഉത്തരവിന് വിരുദ്ധമാണെന്ന് കേരളം ചൂണ്ടിക്കാട്ടും. അണക്കെട്ടിൽ പരിശോധനയ്ക്കെത്തുന്ന കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ തമിഴ്നാട് ഉദ്യോഗസ്ഥർ തടയുന്നതും കേരളം മുന്നോട്ട് വെക്കും. ജലനിരപ്പ് കുറയ്ക്കണമെന്ന മേൽനോട്ട സമിതി അധ്യക്ഷന്റെ നിർദ്ദേശം തള്ളിയതും ഉന്നയിക്കും. എന്നാൽ കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ തമിഴ്നാട് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്ത് അണക്കെട്ടിൽ പ്രവേശിച്ചുവെന്ന് യോഗത്തിൽ ചൂണ്ടിക്കാട്ടാനാണ് തമിഴ്നാടിന്റെ നീക്കം. അതേസമയം കഴിഞ്ഞ മേൽനോട്ട സമിതി യോഗത്തിൽ കേരളം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ സമിതി തലവൻ തള്ളിയിരുന്നു. ഇതേ തുടർന്ന് ഡോക്ടർ എൽ.എ.വി. നാഥൻ ഏകപക്ഷീയമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ച് കേരളം കേന്ദ്ര ജല കമ്മീഷനെ സമീപിച്ചിരുന്നു. ഇതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് വീണ്ടും കുറഞ്ഞു. അണക്കെട്ടിലെ വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞതും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടിയതുമാണ് ജലനിരപ്പ് കുറയാൻ കാരണം. ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം മുല്ലപ്പെരിയാറിൽ നിന്നും സനിൽ ഫിലിപ്പ്, റിപ്പോർട്ടർ, ഇടുക്കി.